ദമ്പതികൾ ചമഞ്ഞ് കഞ്ചാവ് കടത്തിയ കേസിൽ മുണ്ടക്കയം എക്സൈസിന്റെ പിടിയിലായ ജംസീല തളിപ്പറമ്പിൽ നിന്ന് കാണാതായ യുവതിയാണെന്ന് പോലീസ് കണ്ടെത്തി. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ജംസീല കഞ്ചാവ് കടത്തുകാരിയായതെങ്ങനെയെന്നറിയാം ക്രൈം ഫോക്കസ്. ഈ റിപ്പോർട്ടോടുകൂടി ക്രൈം ഫയൽ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം രാത്രി 10 മണിക്ക്. മൂന്ന് മാസം മുമ്പ് തളിപ്പറമ്പിൽ നിന്നും കാണാതായ ജംസീല എന്ന യുവതിയെ പോലീസ് തിരയുന്നുണ്ടായിരുന്നു. ഒരു മിസ്ഡ് കോളാണ് ജംസീലയെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ജംസീല വെളിപ്പെടുത്തിയ ജീവിതകഥ ഇങ്ങനെ. പുഴക്കുളങ്ങര മൊബീന മൻസിലിലെ ജംസീലയ്ക്ക് ഒരു മിസ്ഡ് കോൾ വന്നു. തിരിച്ചു വിളിച്ചപ്പോൾ ഒരു യുവാവിന്റെ മധുരമായ ശബ്ദം. സ്വന്തം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആലപ്പുഴ സ്വദേശിയായ ഷഫീഖ് ഫോൺ വിളി ഒരു പതിവാക്കി. ആ ബന്ധം വളർന്നു. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു നാൾ അവർ ഷഫീഖിനൊപ്പം ഒളിച്ചോടി. അതാണ് ഇപ്പോൾ കഞ്ചാവ് കടത്തിലേക്കും ജയിലിലാകാനും കാരണമായത്. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് 3.5 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടപ്പെട്ട തളിപ്പറമ്പ് സ്വദേശിയായ ജംസീലയുടെ ചിത്രം മാധ്യമങ്ങളിൽ വന്നപ്പോൾ തളിപ്പറമ്പുകാർ മൂക്കത്ത് വിരൽ വെച്ചു. 27-കാരിയും സുന്ദരിയുമായ ജംസീല ഒളിച്ചോടിപ്പോയ ശേഷം എവിടെയാണ് കഴിയുന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ആലപ്പുഴ സ്വദേശികളായ ഷഫീഖ്, അനൂപ് എന്നിവർക്കൊപ്പം കോഴിക്കോട് സ്വദേശിനിയായ ഷീബയും ജംസീലയ്ക്ക് കഞ്ചാവ് കടത്തിൽ കൂട്ടാണ്. ഷഫീഖിനൊപ്പം ഒളിച്ചോടിപ്പോയ ശേഷം 4 ദിവസം കഴിഞ്ഞ് ജംസീല തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. മനപരിവർത്തനത്തിനായി മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് കോഴിക്കോട്ടെ ഒരു പള്ളിയിൽ കൊണ്ടുപോവുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ ജംസീല അതിവേഗത്തിൽ എത്തിച്ചേർന്ന ഒരു കാറിൽ കയറി കുഞ്ഞിനെയും എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. ആ കാറിൽ ആലപ്പുഴക്കാരൻ ഷഫീഖും ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ബോധപൂർവം വീട്ടുകാരെ കബളിപ്പിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾക്കൊടുവിൽ ഗൾഫുകാരനായ ഭർത്താവ് ജംസീലയെ ഉപേക്ഷിച്ചിരുന്നു. കുഞ്ഞിനെ അവകാശപ്പെട്ട ഭർത്താവിന് അയാളുടെ വീട്ടിൽ ഒരുനാൾ കാറുമായെത്തി കുഞ്ഞിനെ നൽകുകയും ചെയ്തിരുന്നു. എല്ലാം സിനിമാ സ്റ്റൈലിൽ പ്രാവർത്തികമാക്കാൻ കഴിവുള്ള അവസ്ഥയിലേക്ക് ജംസീല വളർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് ജംസീലയെക്കുറിച്ച് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കടത്തുന്നതിനിടെ ഷഫീഖിനൊപ്പം പിടിയിലായതോടെയാണ് ജംസീലയും ഇതിലെ പ്രധാന കണ്ണിയാണെന്ന വിവരം പുറത്തുവന്നത്. ഷഫീഖിനും സംഘത്തിനുമൊപ്പം കുമളി ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച കാറിൽ സഞ്ചരിക്കവെയാണ് എക്സൈസ് അധികൃതർക്ക് സംശയം ജനിച്ചത്. കാറിന് കൈകാണിച്ചിട്ടും നിർത്താതെ പോവുകയും ചെയ്തു. അതോടെ എക്സൈസ് സംഘം അവരെ പിന്തുടർന്ന് കാർ പിടികൂടിയെങ്കിലും ഷഫീഖും ജംസീലയും കാറിൽ നിന്നും മാറി കഞ്ചാവുമായി മറ്റൊരു ബസ്സിൽ കയറിയിരുന്നു. തന്ത്രപൂർവ്വം എക്സൈസ് അധികൃതർ കൂട്ടാളികളെ കൊണ്ട് ഫോൺ വിളിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിച്ചു. അതോടെയാണ് ജംസീലയുൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഷഫീഖിനൊപ്പം കഞ്ചാവ് കടത്താൻ അടുത്ത കാലം കൊണ്ട് തന്നെ ജംസീല വൈദഗ്ധ്യം നേടിയതായും അന്വേഷണ സംഘം പറയുന്നു.